ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وبعد. ബഹുമാനമുള്ള ഹക്കീം വാഫി ഉസ്താദ്, മറ്റു ഉസ്താദുമാര്, വിദ്യാർത്ഥി യൂണിയന്റെ നേതാക്കള്, പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ വ്യത്യസ്തമായൊരു ടൈറ്റിലാണ് നിങ്ങൾ ക്യാമ്പയിൻ നടക്കുന്നത്. ലിബറലിസം അതിരില്ല, മതിലില്ല, അതായത് ഒന്നുമില്ല. അപ്പോൾ പ്രകൃതിയുടെ ഒരു താളമുണ്ട്. ആ താളത്തോട് യോജിക്കാതെ തോന്നുമ്പോൾ തോന്നുന്ന പോലെ എന്ന രീതിയിൽ മനുഷ്യന്റെ സെൽഫിനെ പുനർനിർണയിച്ചതിനെയാണ് നമ്മൾ ആധുനികത എന്ന് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ലിബറലിസം എന്നുള്ളത് ഒരു സാംസ്കാരിക വ്യതിയാനത്തിന്റെ പേരൊന്നുമല്ല. ലിബറൽ സംസ്കാരത്തിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പുതിയൊരു സാംസ്കാരിക പ്രവർത്തന രീതിയാണെന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല. സെക്കുലർ ആധുനിക ലോകവീക്ഷണത്തിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരു ജീവിത രീതിയാണ് ലിബറലിസം. സെക്കുലർ ആധുനിക ലോകവീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ലോകവീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കുകൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും. എന്താണ് മനുഷ്യൻ, അതുപോലെ എന്താണ് പ്രകൃതി, എന്താണ് സമൂഹം, എന്താണ് കുടുംബം, എന്താണ് നക്ഷത്രം, എന്താണ് കാറ്റ്, എന്താണ് മഴ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, എന്താണ് മൊറാലിറ്റി, എന്താണ് സംഗീതം, എന്താണ് കല, ഇങ്ങനെ കുറെ പ്രതിഭാസങ്ങൾ നമ്മൾ ലോകത്തുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരടിസ്ഥാന ചിന്താരീതി രൂപപ്പെടുത്തുന്നതിനെയാണ് ലോകവീക്ഷണം എന്ന് പറയാം. അപ്പൊ മനുഷ്യന്മാര് പല രീതിയിലും പ്രകൃതിയെ വീക്ഷിച്ചിട്ടുണ്ട്. ചാൾസ് ഡാർവിൻ, അല്ലെങ്കിൽ ഡാർവിന് ശേഷം വന്ന ഡാർവിനിസ്റ്റുകൾ പ്രകൃതിയെ മൊത്തത്തിലൊരു പരിണാമപരമായ പരിപാടിയായിട്ട് കണ്ടിട്ടുണ്ട്. മനുഷ്യൻ അതിലൊരു ഘട്ടം മാത്രമാണ്. കാൾ മാർക്സ് പ്രകൃതിയെ കണ്ടത് ഏകദേശം ഡാർവിൻ കണ്ട പോലെ തന്നെയാണ്. കാൾ മാർക്സ് മനുഷ്യനെ കണ്ടത് ഉൽപാദന ബന്ധങ്ങളിൽ അടിസ്ഥാനമായി ജീവിക്കുന്ന ഒരു ജന്തു എന്നാണ് കാൾ മാർക്സ് മനുഷ്യൻ നൽകിയ വിശദീകരണം. ഗ്രീക്ക് ഫിലോസഫർമാര് മനുഷ്യന് നൽകിയ മനുഷ്യനെ കുറിച്ച് അവരുടെ അടിസ്ഥാന വീക്ഷണം മൈക്രോകോസം എന്നായിരുന്നു. സൂക്ഷ്മ പ്രപഞ്ചം, വിശാലമായ പ്രപഞ്ചത്തിന്റെ ഒരു പ്രതീകമായ ഒരു ചെറിയ പ്രപഞ്ചം. ഇങ്ങനെ പല സമൂഹത്തിലുള്ള ആളുകളും പല സിവിലൈസേഷനിലുള്ള ആളുകളും മനുഷ്യനും പ്രകൃതിക്കും ഒരു അടിസ്ഥാന നിർവചനം നൽകിയിട്ടുണ്ട്. ഇസ്ലാം മനുഷ്യന് നൽകിയ നിർവചനം ഖലീഫത്തുല്ലാ എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രതിപുരുഷൻ, ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്നുള്ളതാണ്. ആധുനികത മനുഷ്യന് നൽകിയ നിർവചനം അത് അവനവന്റെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തനായ, ദൈവത്തിന്റെ ആവശ്യമില്ലാത്ത, സ്വന്തം ജീവിതത്തിന്റെ അർത്ഥങ്ങൾ സ്വയം കണ്ടെത്താൻ ശേഷിയുള്ള ഒരു ജന്തു എന്നുള്ളതാണ്. അപ്പൊ വ്യത്യസ്തമായ ലോകവീക്ഷണങ്ങളിൽ നിൽക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ചിന്തകൾ ഓരോന്നിനെ കുറിച്ചും കിട്ടും. അപ്പൊ ലോകവീക്ഷണം ഉണ്ടാവുക എന്നാണ് അടിസ്ഥാനം. ഇപ്പൊ ഹിന്ദു മതത്തിനൊരു ലോകവീക്ഷണം ഉണ്ട്, ഇസ്ലാമിനൊരു ലോകവീക്ഷണം ഉണ്ട്, ക്രിസ്തു മതത്തിനൊരു ലോകവീക്ഷണം ഉണ്ട്. ഏറെക്കുറെ സമാനതകൾ ഉണ്ടാവും, ചിലപ്പോൾ വളരെ വ്യത്യസ്തമാണ്. ക്യാപിറ്റലിസത്തിനൊരു ലോകവീക്ഷണം. ക്യാപിറ്റലിസത്തിന്റെ ലോകവീക്ഷണം എന്താ? സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാ? അത് പരമാവധി സമാഹരിക്കാനും അതുകൊണ്ട് സുഖം അനുഭവിക്കാനും ഉള്ള പരിപാടിയാണ് സമ്പത്ത്, അല്ലെ? ബിസിനസ് എന്തിനുള്ളതാണ്? പരമാവധി ലാഭം ഉണ്ടാക്കാനും സുഖിക്കാനും ഉള്ള ഒരു പരിപാടിയാണ്. പക്ഷെ ഇസ്ലാമിൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് അള്ളാഹു തന്ന അനുഗ്രഹമാണ്.
സീ ദ ഡിഫറൻസ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ കുറിച്ചുള്ള മുസ്ലിങ്ങളുടെ ലോകവീക്ഷണം എന്താണ്? അത് അള്ളാഹു തന്ന അനുഗ്രഹമാണ്. അപ്പൊ അതിനനുസരിച്ച് അതിനോട് എങ്ങനെയൊക്കെ പെരുമാറണം? അത് പാവങ്ങൾക്ക് അതിൽ നിന്നൊരു അംശം അവകാശപ്പെട്ടതാണ്. അള്ളാഹു തന്ന അനുഗ്രഹമാണ് എന്ന ലോകവീക്ഷണത്തിൽ അടിസ്ഥാനമായിട്ട് സമ്പത്തിനെ കുറിച്ച് വ്യവഹരിക്കുമ്പോഴേ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് എന്നൊരു സംഭവം അതിൽ പ്രവർത്തിക്കുള്ളൂ. നേരെ മറിച്ച് സമ്പത്ത് എനിക്ക് അനുഭവിക്കാനാണ്, എനിക്ക് സുഖിക്കാനുള്ളതാണ് എന്ന ഒരു ലോകവീക്ഷണത്തിൽ വെച്ച് ഒരാൾ ചിന്തിക്കുമ്പോഴോ മറ്റുള്ള ഒരാൾക്ക് കൊടുക്കുന്നത് പ്രയാസമായി തീരും. ആണല്ലോ. ഇങ്ങനെയാണ് ലോകവീക്ഷണങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സമ്പത്തിനെ കുറിച്ചാണെങ്കിലും മനുഷ്യൻ എന്ന അസ്തിത്വത്തെ കുറിച്ചാണെങ്കിലും പ്രകൃതി എന്ന ആ പ്രതിഭാസത്തെ കുറിച്ചാണെങ്കിലും ഒക്കെ മനുഷ്യർക്ക് വ്യത്യസ്തമായ ലോകവീക്ഷണങ്ങളുണ്ട്. അപ്പൊ ഇതിലേത് ലോകവീക്ഷണമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്, ഏത് ലോകവീക്ഷണമാണ് നമ്മൾ പുലർത്തുന്നത്, ജീവിതത്തിൽ അടിസ്ഥാനമായി കാണുന്നത്, അതിനനുസരിച്ച് നമ്മുടെ ചിന്താരീതിയിലും നമ്മുടെ നിലപാടുകളിലും മാറ്റങ്ങൾ വരും. ഇപ്പൊ സ്ത്രീയും പുരുഷനുള്ള ബന്ധം നമ്മൾ എടുക്കുക. ഇസ്ലാമിക ലോകവീക്ഷണത്തിൽ സ്ത്രീ എന്ന് പറഞ്ഞ എന്താ? പുരുഷനാൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. സ്ത്രീകൾക്ക് സംരക്ഷണം നൽകേണ്ടത് പുരുഷനാണ്. അത് ഇസ്ലാമിലെ അടിസ്ഥാന ലോകവീക്ഷണത്തിന്റെ ഭാഗമാണ്. അപ്പൊ പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. അവകാശങ്ങൾക്ക് വേണ്ടി സ്ത്രീ തെരുവിൽ ഇറങ്ങുന്നതിന് മുമ്പേ പുരുഷൻ അത് വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെയാണ്. സ്വന്തം ജോലിക്കും ജീവസന്ധാരണത്തിനും വേണ്ടി സ്ത്രീ പ്രയാസപ്പെടുന്നതിന് മുമ്പേ അതിനെ മറികടക്കുന്ന രീതിയിൽ പുരുഷന്റെ സഹായവും സപ്പോർട്ടും അവൾക്കുണ്ടാവണം. പുരുഷനാണ് ബ്രെഡ് വിന്നർ, സ്ത്രീക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് പുരുഷന്റെയും സ്ത്രീയെയും കുടുംബജീവിതത്തെയും കുറിച്ചുള്ള അടിസ്ഥാന ലോകവീക്ഷണം. അങ്ങനെയാകുമ്പോൾ അനന്തര സ്വത്തും സംബന്ധമായുള്ള ചർച്ചകളൊക്കെ നമുക്ക് പെട്ടെന്ന് ആ ഒരു ലോകവീക്ഷണത്തിന്റെ അകത്ത് നിന്ന് വീക്ഷിക്കാൻ പറ്റും. അപ്പൊ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന മുതൽ എന്താണ്? പോക്കറ്റ് മണിയാണ്. ആർക്കു വേണ്ടി ഒന്നും ചെലവാക്കാനുള്ള ബാധ്യതയില്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഭാര്യയെ മാത്രം നോക്കിയാൽ പോരാ, വയസ്സായ ഉമ്മയെ നോക്കണം, വയസ്സായ അംഗവൈകല്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കണം. ഇവരെല്ലാവരുടെയും സംരക്ഷണ, സാമ്പത്തിക പിന്തുണ നൽകാനുള്ള ചുമതല പുരുഷനെയാണ് ഇസ്ലാം ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ലോകവീക്ഷണത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബ വ്യവസ്ഥക്കകത്ത് സ്ത്രീയുടെ റോളും പുരുഷന്റെ റോളും ഒക്കെ വളരെ സുവ്യക്തമാണ്. ഈ ലോകവീക്ഷണത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഓരോ പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങളും എടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് ഈ ലോകവീക്ഷണത്തിനകത്ത് ഇത് കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നത് കാണാൻ പറ്റും. നേരെ മറിച്ചിപ്പോ ആധുനിക ലോകവീക്ഷണത്തിൽ സ്ത്രീയെയും പുരുഷനെയും ഈക്വൽ ആയിട്ടാണ് കാണുന്നത്. സ്ത്രീ ചെയ്യുന്ന പണിയൊക്കെ പുരുഷൻ ചെയ്യുക, പുരുഷൻ ചെയ്യുന്ന പണിയൊക്കെ സ്ത്രീ ചെയ്യുക. സ്ത്രീയുടെ അവകാശങ്ങളൊക്കെ പുരുഷൻ ഹനിക്കുന്നു. അതുകൊണ്ട് പുരുഷൻ ചെയ്യുന്ന എല്ലാ പണികളും സ്ത്രീയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും പുരുഷനുമായി മത്സരത്തിൽ ഏർപ്പെടുകയും അങ്ങനെ പിന്നെ സ്വന്തം കാലിൽ നിൽക്കുന്ന അവസ്ഥയിലേക്കും സാമ്പത്തിക സമാഹരണം നടത്തുന്ന അവസ്ഥയിലേക്കൊക്കെ സ്ത്രീ മാറൽ നിർബന്ധമാണ് എന്ന സോഷ്യൽ എക്സ്പെക്ടേഷൻ സ്ത്രീക്ക് താങ്ങേണ്ടി വരുന്നു. ഇതാണ് ആധുനിക ലോകവീക്ഷണ പ്രകാരം സംഭവിക്കുന്നത്. കാരണം ഈക്വാലിറ്റിയാണ് അവിടെ ഏറ്റവും പ്രധാനം. അപ്പൊ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം എന്താന്ന് വെച്ചാൽ, ഇസ്ലാമിനകത്ത് ഉള്ള ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തുമ്പോൾ, അനന്തരാവകാശമാകട്ടെ, തലാഖാവട്ടെ, മറ്റു വിഷയങ്ങളാവട്ടെ, എന്ത് വിഷയം നമ്മൾ നടത്തുമ്പോൾ ഏത് ലോകവീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് ആ നിയമം പറയപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ ആദ്യം നോക്കണ്ടേ? എന്നാലേ അത് ആ മെഷീനിൽ ആ പാർട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇസ്ലാമിന്റെ ലോകവീക്ഷണം എന്ന ആ ഒരു എൻറ്റയർ അതിന്റെ ടോട്ടൽ ആ മെഷീനകത്താണ് അതിന്റെ ഓരോ നിയമങ്ങളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പരസ്പരം വളരെ പൊരുത്തത്തിലും കൊഹറൻസിലുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് അതിൽ നിന്ന് ഒരു നിയമം എടുത്തിട്ട് ആധുനിക പശ്ചാത്തലത്തിൽ കൊണ്ടുവന്ന് വെക്കുക. ഉദാഹരണം തലാഖിന്റെ ഒരു നിയമം അല്ലെങ്കിൽ അനന്തര സ്വത്തിന്റെ ഒരു നിയമം അത് എടുത്തിട്ട് ആധുനിക പശ്ചാത്തലത്തിൽ കൊണ്ടുവന്ന് ഇതുണ്ട്, അത് ശരിയാവണില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവൂല, സ്വാഭാവികല്ലേ? നമ്മളത് ഐഫോണിൽ iOS വർക്ക് ചെയ്യുള്ളൂ, iOS ഇവിടെ ആൻഡ്രോയിഡിലിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ആധുനിക ലോകവീക്ഷണം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. അതിൽ ഇസ്ലാമിക നിയമം പൊരുത്തത്തിൽ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. ആധുനിക ലോകവീക്ഷണത്തിനകത്ത് അതിന്റെ നിയമങ്ങൾ പരസ്പരം പൊരുത്തത്തിലായിരിക്കാം. അപ്പൊ രണ്ട് ലോകവീക്ഷണങ്ങൾ തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ എങ്ങനെയല്ല, നമ്മൾ ഇസ്ലാമിന്റെ ഒരു നിയമം എടുക്കുന്നു, അവിടെ ആധുനിക കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു, മുന്നോട്ട് പോവില്ല, ഫങ്ഷൻ ചെയ്യൂല. രണ്ട് മെഷീനാണ്. ഈ മെഷീന്റെ ഈ പാർട്ട് എടുത്തിട്ട് ആ പാർട്ടിൽ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്യൂല.
ആധുനിക ലോകവീക്ഷണം മനുഷ്യനെ കണ്ടത് എങ്ങനെയാണ്? അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് മനുഷ്യനെ കുറിച്ച് അത് പുലർത്തിയ ധാരണകൾ എന്തൊക്കെയാണ്? ദൈവത്തിന്റെ ആവശ്യമില്ല, മനുഷ്യൻ അവന്റെ തലച്ചോറ് കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്താൻ പറ്റും. കാൾ ട്രൂമാൻ എഴുതിയൊരു പുസ്തകമുണ്ട്, ദ റൈസ് ആൻഡ് ട്രയംഫ് ഓഫ് ദി മോഡേൺ സെൽഫ്. ആധുനിക സെൽഫിന്റെ, സെൽഫ് എന്ന് പറഞ്ഞാല് എന്താ? സ്വത്വം. ആധുനിക മനുഷ്യന്റെ സ്വത്വത്തിന്റെ രൂപീകരണവും അതിന്റെ ഉദയവും അതിന്റെ വിജയവും എന്നാണ് കാൾ ട്രൂമാൻ അതിലുള്ളൊരു അധ്യായത്തിന്റെ പേര് ദ എമർജൻസ് ഓഫ് പ്ലാസ്റ്റിക് പീപ്പിൾ എന്നാണ്. ദ എമർജൻസ് ഓഫ് പ്ലാസ്റ്റിക് പീപ്പിൾ, പ്ലാസ്റ്റിക് മനുഷ്യരുടെ ഉദയം. അപ്പൊ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? പ്ലാസ്റ്റിക് ഉരുക്കി എങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യാം. ഇതുപോലെയുള്ള പ്രകൃതിയുടെ താളത്തിൽ നിന്നും അടർത്തി മാറ്റപ്പെട്ട് മീഡിയക്കനുസരിച്ചും പബ്ലിക് എക്സ്പെക്ടേഷനൊക്കെ അനുസരിച്ച് എപ്പോഴും മാറി മറിയാവുന്ന, സ്വന്തമായ നിലപാടില്ലാത്ത, സ്വന്തമായി പാരമ്പര്യമില്ലാത്ത, സ്വന്തമായിട്ട് സാർവലൗകിക നിയമങ്ങളെ പിന്തുടരാത്ത ഒരു പ്രത്യേകതരം അസ്തിത്വമായിട്ടാണ് ആധുനിക മനുഷ്യനെ മാർക്സ്, ഫ്രെഡറിക് നീഷെ പോലുള്ള ആളുകളൊക്കെ നിർവചിച്ചത് എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. സാർത്രനെ പോലുള്ള ആളുകളൊക്കെ. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന് പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് നാച്ചുറൽ ലോ ഒന്നും പാലിക്കേണ്ടതില്ല. നിങ്ങൾ ആലോചിക്കും, പ്രകൃതി മുഴുവൻ നാച്ചുറൽ ലോ ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. സസ്യങ്ങളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും പിന്നെ സൂര്യചന്ദ്രാദികളാണെങ്കിലും ഒക്കെ അല്ലേ. ഇപ്പൊ ഗ്രാവിറ്റി ആണെങ്കിലും സ്പേസ് ടൈമുമായി ബന്ധപ്പെട്ട തിയറികളാണെങ്കിലും ചലനവുമായി ബന്ധപ്പെട്ട തിയറികളാണെങ്കിലും പ്രകാശത്തിന്റെ വേഗതയുടെ സഞ്ചാര വേഗതയാണെങ്കിലും ശബ്ദത്തിന്റെ സഞ്ചാര വേഗതയാണെങ്കിലും ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം പിന്നെ നിലകൊള്ളുന്ന രീതിയാണെങ്കിലും ഒക്കെ ഒരു പ്രത്യേകതരം നാച്ചുറൽ ലോ, ഒരു താളം, അതിനനുസരിച്ചാണ് പോകുന്നത്. സൂര്യൻ ഒരിക്കലും വിചാരിക്കാൻ പറ്റുന്നില്ല ഞാൻ കുറച്ച് ഭൂമിയോട് അടുത്ത് വരട്ടെ, തീരുമാനിക്കാൻ കഴിയില്ല. ഭൂമിക്ക് ഒരിക്കലും അങ്ങോട്ട് അടുക്കാൻ തീരുമാനിക്കാൻ കഴിയില്ല. കത്തിക്കരിഞ്ഞു പോകും ഭൂമി, അല്ലെങ്കിൽ ഭൂമി തണുത്തുറഞ്ഞു പോകും കുറച്ചുകൂടി അകന്നു പോയാൽ. ഈ ഒരു താളത്തിനോട് പൊരുത്തപ്പെട്ടാണ് മനുഷ്യൻ എന്ന ജന്തുവും ജീവിക്കേണ്ടത്. അങ്ങനെയാണ് ഒരുവിധം മതങ്ങളെല്ലാം മനുഷ്യനെ കണ്ടിരുന്നത്, സംവിധാനിച്ചിരുന്നത്, വ്യവഹരിച്ചിരുന്നത്, പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആധുനികതയിൽ മനുഷ്യൻ എന്തായിപ്പോയി? പ്ലാസ്റ്റിക് പീപ്പിൾ എന്ന് പറഞ്ഞ പോലുള്ള അവസ്ഥയിലായിപ്പോയി. മനുഷ്യന് അവന്റെ നന്മ തിന്മകൾ സ്വയം തീരുമാനിക്കാം. പ്രത്യേകിച്ചൊരു നാച്ചുറൽ ലോ ഒന്നുമില്ല. പ്രത്യേകിച്ചൊരു പാരമ്പര്യത്തെയോ പൈതൃകത്തെയോ ഒന്നും മനുഷ്യൻ ഫോളോ ചെയ്യേണ്ടതില്ല. അവനവന് അപ്പപ്പോൾ തോന്നുന്നത് എന്താണ് അത് അപ്പപ്പോൾ പിന്തുടരുക എന്നുള്ള രീതിയിലേക്ക് മനുഷ്യനെ റീഡിഫൈൻ ചെയ്തു. അതിന്റെ പ്രശ്നമാണ്. അതിനെയാണ് നമ്മളിപ്പോ ലിബറലിസം എന്ന പേരിൽ അനുഭവിക്കുന്നത്. ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ. അപ്പൊ നിങ്ങൾ ലിബറലിസം എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. ഇപ്പോ ലിബറലിസത്തിന് സാമ്പത്തിക രൂപമുണ്ട്, രാഷ്ട്രീയ രൂപമുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള രൂപങ്ങളുമുണ്ട്. ഇപ്പൊ സാമ്പത്തിക രൂപം എടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ കൺസ്യൂമറിസം. കൺസ്യൂമറിസം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇഷ്ടമുള്ളതൊക്കെ വാങ്ങുക, ഇഷ്ടമുള്ളതൊക്കെ അനുഭവിക്കുക. ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ ആയിരുന്നു കുറച്ച് മുമ്പുണ്ടായിരുന്നത്. ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ. പക്ഷെ ആധുനിക ക്യാപിറ്റലിസം വന്നതിന് ശേഷം മനുഷ്യർക്ക് ആവശ്യമില്ലാത്തതും മാർക്കറ്റിൽ പ്രൊഡക്റ്റായി വന്നു തുടങ്ങി. നിങ്ങൾ എക്കോണമിക്സിലൊക്കെ ബേസിക്കായി പഠിക്കുന്ന സാധനം ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ. പക്ഷെ ഡിമാൻഡിനെ ഔട്ട്സ്ട്രിപ്പ് ചെയ്തു എന്ത്? സപ്ലൈ. അത് ആരുടെ ആവശ്യമായിരുന്നു? ക്യാപിറ്റലിസ്റ്റ് കോർപ്പറേറ്റുകളുടെ ആവശ്യമായിരുന്നു. അപ്പൊ മാർക്കറ്റിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വന്നു തുടങ്ങി. ഇനിയിപ്പോ എന്താ രക്ഷയുള്ളത്? അത് ആവശ്യമില്ലെങ്കിലും ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതിനുള്ള പദ്ധതി അവരുണ്ടാക്കി. എന്താണ് പദ്ധതി? ജസ്റ്റ് ഡു ഇറ്റ്. വാങ്ങി അനുഭവിക്കണോ, അതല്ലേ ലൈഫ്, കമോൺ എൻജോയ് എന്നുള്ളൊരു ഒരു പോപ്പുലർ നെറേറ്റീവ് ഉണ്ടാക്കി. മാർക്കറ്റും അതുപോലെ ബിസിനസ്സുകാരും ഗൂഢാലോചന ചെയ്ത് ഒരു കോൺസ്പിറസി നടത്തി, ബോധാവസ്ഥയിലോ അബോധാവസ്ഥയിലോ കോൺസ്പിറസി നടത്തി. അങ്ങനെ അവര് അത് വാങ്ങുന്നല്ല, എന്താ അത് വാങ്ങിയിട്ടില്ലേ മോശല്ലേ?
മിതവ്യയം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒപ്രഷനാണ്. യുവാൽ ഹരാരി അത് വിശദീകരിക്കുന്നു തന്റെ സാപ്പിയൻസ്. ഫ്രുഗാലിറ്റി ഈസ് സപ്രഷൻ എന്ന് പറഞ്ഞാൽ, അല്ല എനിക്കിപ്പോ ഐഫോൺ ഉപയോഗിക്കാനുള്ളത് എനിക്കിപ്പോ അതിനുള്ള വരുമാനമൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ എനിക്കിപ്പോ ആ ബ്രാൻഡ് ഇടേണ്ട അതിന്റെ വരുമാനം എനിക്കില്ല, എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനാ അപ്പോ അങ്ങനെ ചിന്തിക്കുന്നത് മോശമാണ് എന്ന അവസ്ഥയിലേക്ക് നമ്മളെ ആര് കൊണ്ടെത്തിച്ചു? മാർക്കറ്റ് കൊണ്ടെത്തിച്ചു. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ അല്ലെ? ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നമുക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചെരുപ്പ് തന്നെ വേണം, ഈ മൊബൈൽ തന്നെ വേണം, ഈ ബൈക്ക് തന്നെ വേണം, ജസ്റ്റ് ഡു ഇറ്റ് എന്നുള്ള ഒരു പോപ്പുലർ സൈക്കോളജി ഉപയോഗിച്ചുകൊണ്ടാണ് മാർക്കറ്റ് അതിനെ വ്യാപകമാക്കിയത്. അപ്പൊ നമ്മൾ ഈ ലിബറലിസം എന്ന് പറയുമ്പോൾ അതിനൊരു ഫിലോസഫി ആയിട്ടും, അത് ഒരു ഫിലോസഫി ആണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ വളരെ ലളിതമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും അതെങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ആവശ്യമില്ലാതിരുന്നിട്ടും മനുഷ്യർ വാങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി. അത് വാങ്ങാൻ വേണ്ടി പരസ്യങ്ങൾ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഫുഡ് കൺസംഷൻ ഒരുപാട് വർദ്ധിച്ചു. ആ ഫുഡ്, ഈ ഫുഡ്, ഇങ്ങനെയുള്ള ചിക്കൻ, അങ്ങനെയുള്ള ചിക്കൻ, ഇരുത്തിയത്, കടത്തിയത്, പൊരിച്ചത്, പൊരിക്കാത്തത്, പുഴുങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആയി. ടു മെനി ചോയ്സസ്. അപ്പൊ അതൊന്നും തിന്നിട്ടില്ലെങ്കിൽ, ഇന്ന് ഇത് കഴിച്ചാൽ നാളെ അത് കഴിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ, ലൈഫ് എൻജോയ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് നമുക്ക് വരുന്നു. അങ്ങനെ നമ്മൾ അതും എൻജോയ് ചെയ്യുന്നു. എന്നിട്ട് മറ്റേ നീ അത് കഴിച്ചോ, ഇല്ല അതും കഴിച്ചിരിക്കുന്നു, അങ്ങനെ അതും കഴിച്ചു, അങ്ങനെ 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 എടുത്ത് അവസാനം പൊണ്ണത്തടി വന്ന് വയറ് വീർത്ത് പ്രശ്നങ്ങൾ വന്നു. അപ്പൊ അതിനെ പരിഹരിക്കാൻ ഇതേ മാർക്കറ്റ് തന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ രോഗം വരുത്തി വെക്കാനുള്ളതും മാർക്കറ്റിനെ പ്രൊഡ്യൂസ് ചെയ്തു, രോഗത്തെ പ്രതിരോധിക്കാനുള്ളതും മരുന്നിനെ പ്രൊഡ്യൂസ് ചെയ്തു. മനുഷ്യന്റെ ആഹാരശീലവുമായി ബന്ധപ്പെട്ട ലോകവീക്ഷണം എന്താ? കമോൺ എൻജോയ് എന്നുള്ളതാണ്. അതാണ് ആധുനിക ലിബറൽ ലോകവീക്ഷണം. ഇസ്ലാമിന്റെ ലോകവീക്ഷണം എന്താ? കമോൺ എൻജോയ് എന്നാണോ? ജീവിക്കാൻ വേണ്ടി തിന്നുക എന്നുള്ളതാണ്. അല്ലാതെ തിന്നാൻ വേണ്ടി ജീവിക്കണോ? അല്ല. അപ്പൊ ഇതാണ് രണ്ട് ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ള മാറ്റം. എല്ലാ പ്രോഡക്റ്റും നമ്മൾ വാങ്ങുന്നത് ഇങ്ങനെയാണ്. എല്ലാ പ്രോഡക്റ്റും നമ്മൾ ഇത്തരം പരസ്യങ്ങൾക്ക് വിധേയമായിട്ട് വാങ്ങും. അതുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന സ്വഭാവമായ ലോകവീക്ഷണമുണ്ട്. മൊത്തം വിഷയങ്ങളിലുള്ള, ഇത് സാമ്പത്തിക വിഷയങ്ങൾ മാത്രം, മൊത്തം വിഷയങ്ങളിലുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന സ്വഭാവമാണെന്ത്? ഖനാഅത്ത്. ഖനാഅത്ത് എന്ന് പറഞ്ഞതാ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷി. നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സൽ വാല്യൂ, സാർവലൗകിക മൂല്യം എന്താവണമെന്നാണ് നമ്മളിപ്പോ നെഗറ്റീവ്സ്, നമ്മൾ പോപ്പുലർ നെഗറ്റീവ്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും സെലിബ്രിറ്റികളും നടന്മാരും നടന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചെന്ന എന്താ? ലിബർട്ടി, ഈക്വാലിറ്റി, അല്ലെ? ഫ്രഞ്ച് റവല്യൂഷന് ശേഷം വന്ന അല്ലെ ചോയ്സ്, ഫ്രീഡം എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറെ സാധനങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇതാണോ മനുഷ്യർക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാർവലൗകിക മൂല്യങ്ങൾ? ഇതാണോ എന്ന് ചോദിച്ചാൽ ഇതാണ് എന്ന് നമ്മൾ സമ്മതിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങണം. നമ്മൾ പറയണത് ഇതെന്ത് ലോകവീക്ഷണമാണ്? ഇത് ഡസ് നോട്ട് ഫിറ്റ്. ഇത് മനുഷ്യർക്ക് ഫിറ്റ് ആവൂല. നമുക്ക് ഫിറ്റ് ആവുന്ന ലോകവീക്ഷണങ്ങളിൽ ഒന്ന്, നമുക്ക് ഫിറ്റ് ആകുന്ന സാർവലൗകിക മൂല്യങ്ങൾ, അതായത് എല്ലാ മനുഷ്യരും പാലിക്കേണ്ട സാർവലൗകിക മൂല്യങ്ങൾ എന്താണ്? ഫ്രീഡവും ചോയ്സും ലിബർട്ടിയും ഈക്വാലിറ്റിയും ഒക്കെ ആണെന്നുള്ളതാണ് നമുക്ക് പഠിപ്പിച്ചെന്നത്. സ്കൂളിലൂടെയും കോളേജുകളിലൂടെയും സിലബസുകളിലൂടെയും സോഷ്യോളജി ക്ലാസ്സുകളിലൂടെയും ലിറ്ററേച്ചർ ക്ലാസ്സുകളിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചത് അതാണ്. അത് പഠിപ്പിച്ചു തന്നു, നമ്മളതൊക്കെ പഠിച്ചു വളർന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഇസ്ലാമിന് ഒരു ഭാഗത്ത് പഠിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഷടാ, ഇസ്ലാമിൽ ഈ പറയുന്ന ഈക്വാലിറ്റി ഇല്ലല്ലോ എന്നുകൊണ്ട് നമ്മൾ നിരാശയിലേക്ക് പോകും. അതിന് പകരം നമ്മൾ തിരിച്ച് അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ഉന്നയിക്കുകയാണ്. നിങ്ങൾ ഈ മുന്നോട്ട് വെക്കുന്ന ലോകവീക്ഷണത്തിൽ ഖനാഅത്തുണ്ടോ? ഖനാഅത്താണെന്ന് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രസക്തമായ മൂല്യങ്ങളിൽ ഒന്ന് ഖനാഅത്താണ്. ഖനാഅത്തുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ അഴിമതി ഉണ്ടാവില്ല, മനുഷ്യർക്ക് എന്തുണ്ടാവില്ല? നിരാശയും സ്ട്രെസ്സും ഉണ്ടാവില്ല, മനുഷ്യർക്ക് അമിത ഭോജനം ഉണ്ടാവില്ല, മനുഷ്യർക്ക് ദുർവ്യയം ഉണ്ടാവില്ല, ആഡംബരം ഉണ്ടാവില്ല. ഇതൊന്നും ഖനാഅത്തുണ്ടെങ്കിൽ ഉണ്ടാവില്ല. ഇല്ലല്ലോ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷി ഉണ്ടെങ്കിൽ മനുഷ്യർ ലൈംഗികാരാജകത്വത്തിലേക്ക് പോകൂല. മനുഷ്യന്മാർ അമിതമായ സമയം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കൂല. അപ്പൊ യുവൽ ഹരാരി മുന്നോട്ട് വെച്ച പുതിയൊരു പദപ്രയോഗം ഇൻഫർമേഷൻ ഡയറ്റ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഡയറ്റ്. ഫുഡിന് ഡയറ്റ് വേണം എന്നതുപോലെ എന്തിനും ഡയറ്റ് വേണം? വിവരങ്ങൾക്കും ഡയറ്റ് വേണം. ആ അവസ്ഥയിലാണ് മനുഷ്യരുള്ളത്. കാരണം ഇത്ര വിവരങ്ങൾ മനുഷ്യർക്ക് ആവശ്യമില്ല.
ഡെലിയൂഷഡ് ഡാറ്റ എന്നാണ് പറയാം, ഫ്ലഡഡ് ഡാറ്റ. ഇത്ര ഡാറ്റ മനുഷ്യർക്ക് ആവശ്യമല്ല. ഇപ്പൊ വലിയ വലിയ ഉസ്താമാരും മൂല്യമാരും ഒക്കെ തന്നെ ഇപ്പൊ നമ്മള് ന്യൂജൻ ആൽഫ ജെൻസിനെ കുറിച്ചൊന്നല്ല പറയുന്നത്, മൊബൈലിൽ ട്രാപ്പഡായ മനുഷ്യന്മാരെ കുറിച്ച്. ഉസ്താമാരാണെങ്കിലും മൂല്യമാരാണെങ്കിലും വയസ്സന്മാരാണെങ്കിലും ഒക്കെ മൊബൈലിന്റെ വിഷയത്തിൽ എന്താണ്, ട്രാപ്ഡ് ആണ്. അപ്പൊ ഇവര് മുതിർന്നവരും ഉസ്താമാരൊക്കെ പറയും ഞങ്ങൾ ന്യൂസ് അല്ലേ കാണുന്നത്. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂസ് കാണേണ്ട ആവശ്യം ഒരു മൂല്യർക്കുണ്ടോ? പ്രതിയെ റിമാൻഡ് ചെയ്തു, അതിനുശേഷം പോലീസ് വണ്ടി മറ്റേ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയി, അവിടെ നിന്നും പ്രതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, പിന്നെ പ്രതിയെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് അതിപ്പോ മൂല്യർക്ക് അറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലാന്ന്. എന്നിട്ട് ഇത് ഇരുന്നിങ്ങനെ കാണാണ് ഒരു ചാനലിൽ 24 കഴിഞ്ഞു. അപ്പൊ അടുത്ത പൊന്തി വന്നു, മീഡിയ 1 പൊന്തി വന്നു, അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് പൊന്തി വന്നു. അപ്പോഴൊക്കെ സെയിം ഒരൊറ്റ കേസാണ്. ഒരൊറ്റ കേസിന്റെ എന്താ പത്രപ്രവർത്തകനാണ് മൂല്യർക്ക് ആവശ്യമുള്ള ഒരു ജനറൽ, ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ ന്യൂസ്. ആ പ്രതിക്ക് എന്ത് സംഭവിച്ചു, എന്താണ് ആ കേസിന്റെ സ്വഭാവം, അത്ര മനസ്സിലാക്കിയാൽ മതി. പിന്നെ വല്ല മിൻഹാജുൽ ആബിദീനോ ഹിക്കമോ ഒക്കെ വായിച്ചിരുന്നാല് അതല്ലേ മൂല്യർക്ക് കുട്ടികളെ തസ്കിയത്തും തർബിയത്തും ചെയ്യാൻ നല്ലത്. ഞാനടക്കമുള്ള മൂല്യർക്ക് അധ്യാപകർ, മതാധ്യാപകരാവട്ടെ, സ്കൂളിലെ അധ്യാപകരാവട്ടെ, ആരാവട്ടെ. അപ്പൊ കുട്ടികളൊക്കെ മൊബൈലുമേണ്, കുട്ടികളൊക്കെ കളിയും ഇതും കണ്ടിരിക്കുകയാണ്, നമ്മളൊക്കെ ന്യൂസ് കാണുകയാണെന്നുള്ള ന്യായം പോലും ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്രമേൽ ഇൻഫർമേഷൻ ഈ ആധുനികത അതിന്റെ ഫിലോസഫിയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവത്തിൽ നിന്ന്, അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ എങ്ങനെ ആയി. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട റിസർച്ചും അതിന്റെ സാങ്കേതിക സൗകര്യങ്ങളെയും വികസിപ്പിച്ചത് ഏത് ഫിലോസഫിയിൽ നിന്നാണ്? മനുഷ്യരെ സുഖിപ്പിക്കുക എന്നുള്ള ഫിലോസഫിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് വികസിപ്പിച്ചത്. അല്ലാതെ മനുഷ്യർക്ക് ഉപകാരമുള്ള അറിവ് കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണോ? എന്തെങ്കിലും മനസ്സിലാക്കാതെ. നമ്മളെ ഷെരീഫല്ലേ ഇപ്പൊ ഈ സെർച്ച് ചെയ്യണത്? ഓൻ എക്കോണമിക്സ് ആണല്ലോ, അപ്പൊ ഓൻ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ എക്കോണമിക്സുമായി ബന്ധപ്പെട്ട ഒരു 4 ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യട്ടെ എന്ന രീതിയിലാണോ അൽഗോരിതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലല്ല. നമ്മളെ ഷെരീഫല്ലേ വന്നിക്കണ് 5-6 കൊല്ലായി ഇൻസ്റ്റഗ്രാമില്. ഓൻ കണ്ട വീഡിയോ മൊത്തം ഏതാന്ന് നമുക്കറിയാം, ഓൻ വായിച്ച ആർട്ടിക്കിൾസ് ഏതാന്ന് നമുക്കറിയാം, ഓൻ ലൈക്ക് ചെയ്തത് ഏതാന്ന് നമുക്കറിയാം, ഓൻ എന്ത് വന്നപ്പോഴാണ് ദേഷ്യം വന്നത്, എന്ത് പറഞ്ഞപ്പോഴാണ് ഒരു സങ്കടം വന്നത്, എന്ത് കണ്ടാലാണോ കൂടുതൽ സമയം മൊബൈലിന് മുമ്പിൽ ഇരിക്കുക എന്നത് നമുക്ക് കൃത്യമായി അറിയാം. ആർക്ക്? അൽഗോരിതത്തിനറിയാം, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനറിയാം. അതിനനുസരിച്ച് ഓനെ സുഖിപ്പിക്കുന്ന, ഓനെ മൊബൈലിൽ തന്നെ ഇരുത്താൻ പറ്റുന്ന ഒരു കണ്ടന്റാണ് അൽഗോരിതം കൊടുക്കുക, അല്ലേ? അല്ലാതെ ഓന് മറ്റേ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്, അപ്പൊ ഓന് ഇനിയും ഇൽമൊക്കെ ആവശ്യം ഉണ്ടാവും, കുറച്ച് ഇൽമ കൊടുക്കട്ടെ, ആ ഇൽമാണ് വരുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഈ അൽഗോരിതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഉപകാരത്തിന് വേണ്ടിയല്ല, മറിച്ച് നമ്മെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ ആ മൊബൈലിന് മുമ്പിൽ നമ്മൾ അധിക സമയം ഇരിക്കുള്ളൂ എന്നുള്ളതാണ്. മൊബൈലിന് മുമ്പിൽ നമ്മൾ അധിക സമയം ഇരുന്നാലേ സാം ആൾട്ട്മാനും അതുപോലെ സുക്കർബർഗിനൊക്കെ മൊബൈൽ കമ്പനികൾ പരസ്യം കൊടുക്കുള്ളൂ. ഇപ്പൊ നമ്മളാണ് അവിടെ വിൽക്കപ്പെടുന്നത്, നമ്മുടെ സമയമാണ് വിൽക്കപ്പെടുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയ ഇങ്ങനെയാവാൻ കാരണം അത് ആധുനിക ലിബറൽ ഫിലോസഫിയിൽ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് റിസർച്ച് ചെയ്തെടുത്തതുകൊണ്ടാണ്. ഒരു ഇസ്ലാമികമായൊരു ലോകവീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. അപ്പൊ അതെങ്ങനെ വർക്ക് ചെയ്യും നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കി. അപ്പോ ഇങ്ങനെ റീല് കാണാം, ഒരു കൊമ്പങ്കാട് പോയ വന്നു, വേറൊരു സാധനം വന്നു, മറ്റെന്താ പാണ്ടിക്കാട് കുഞ്ഞാൻ വന്നു, ഒരു തൊപ്പി വന്നു, ഒരു 4 എണ്ണം കഴിഞ്ഞാൽ ഈ അൽഗോരിതം ഓട്ടോമാറ്റിക് ബ്ലോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒരു സീരിയസ് കണ്ടന്റ് കൊടുക്കുന്നു. അങ്ങനെയാണ് ഇപ്പൊ വരുന്നതല്ല. കൊമ്പങ്കാട് പോയ കണ്ടാ പിന്നെ കൊമ്പങ്കാട് പോയ തന്നെ. ഒരാഴ്ച ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന ഒരു കുട്ടിനോട് വിളിച്ചിട്ട് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ന്യൂസ് എന്താന്ന് ചോദിച്ചാൽ ഓന്റെ മൈൻഡ് മൊത്തം കൊമ്പങ്കാട് പോയ കാര്യം ഉദാഹരണം പറഞ്ഞാണ്. അല്ലെങ്കിൽ ഓൻ എന്താണോ കാണുന്നത് വെച്ചാൽ അത് മനുഷ്യർക്ക് ഉപകാരമുള്ള നിലക്കാണോ ഇപ്പൊ സോഷ്യൽ മീഡിയ പ്രവർത്തിച്ചിരിക്കുന്നത്? അല്ല, മനുഷ്യർക്ക് സുഖമുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഈ മനുഷ്യർക്ക് ഈ സുഖം മാത്രം കൊണ്ട് മനുഷ്യർക്ക് വല്ല ഉപകാരം ഉണ്ടോ? ഇല്ലാന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. ബ്രെയിൻ റോട്ട് എന്നൊരു പദമുണ്ട്, നിങ്ങൾ പരിചയപ്പെട്ടോ? ബ്രെയിൻ റോട്ട് എന്നുള്ള വാക്ക് കേട്ടൊരു കൈബുക്കോ? മാഷാ അല്ലാഹ്. ബ്രെയിൻ റോട്ട് എഴുതി വെച്ചോളി, തലച്ചോറ് ചീഞ്ഞു പോവാന്നാണ് അതിന്റെ അർത്ഥം. ബ്രെയിൻ റോട്ട് 2024 ഡിക്ഷണറിയിൽ കയറിയ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വാക്കാണ്. എന്താണ് ഇതിന്റെ അർത്ഥം?
നിലവാരമില്ലാത്ത ഓൺലൈൻ കണ്ടന്റ് അമിതമായിട്ട് കൺസ്യൂം ചെയ്യുന്നതിലൂടെ തലച്ചോറിന് സംഭവിക്കുന്ന ഗൗരവപ്പെട്ട കാര്യങ്ങൾ പ്രോസസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഒരിക്കൽ ബസ് പോകുമ്പോൾ രണ്ട് SSLC കുട്ടികളുടെ ഒരു മറ്റേ CMA ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ വാക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ പറഞ്ഞു. സെർച്ച് ചെയ്ത് പോലെ ഇങ്ങനെ വായിച്ചു നോക്കി. ശരിയാണ് സാർ, വെറുതെ അല്ല പഠിച്ചിട്ട് പഠിയാത്തത്. പഠിക്കുമ്പോ കുറച്ച് സീരിയസ് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യണം ബ്രെയിന്. ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വളരെ നിലവാരം കുറഞ്ഞ കോമഡിയും സംഭവങ്ങളും മാത്രമാണ്. 12 മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ 11 മണിക്കൂർ ഓൻ കാണുന്നത് അതാണ്. അത് കാണുന്നത് അതാവാൻ കാരണം റീൽ അതാണ് കൊടുക്കണത്. റീൽ അതാണ് കൊടുക്കാൻ കാരണം എന്താണ്? മനുഷ്യനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അല്ല മനുഷ്യർക്ക് ഉപകാരം കിട്ടാനല്ല. ഈ സുഖവും ഉപകാരം തമ്മിൽ വ്യത്യാസമില്ല കുട്ടികളെ. ചില കാര്യങ്ങൾ ചെയ്യാൻ നല്ല സുഖമായിരിക്കും, പക്ഷെ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. ചില കാര്യങ്ങൾ ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കും, പക്ഷെ അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എന്താണ് ഹാപ്പിനെസ്, എന്താണ് സക്സസ്, എന്താണ് പ്രോഗ്രസ് എന്നതൊക്കെ നമ്മുടെ ലോകവീക്ഷണത്തിൽ ഊന്നിന്നുകൊണ്ട് നമുക്കൊന്ന് റീഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഇപ്പൊ 10 arguments for deleting your social media accounts എന്ന് പറഞ്ഞിട്ട് ജാരൻ ലേനിയർ എഴുതിയൊരു പുസ്തകമുണ്ട്. ബെസ്റ്റ് സെല്ലർ ആയിരുന്നു US-ലൊക്കെ. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള 10 വാദങ്ങൾ. അപ്പൊ അതിലൊന്ന് പറയുന്നത് റിയാലിറ്റിയെ ട്വിസ്റ്റ് ചെയ്യുന്നതാണ്. മനുഷ്യൻ റിയൽ അല്ലാത്തൊരു കാര്യത്തെ മനുഷ്യൻ റിയൽ ആണെന്ന് വിശ്വസിക്കുന്നു. അപകടകരമായ കാര്യം. ശരിയാണല്ലോ. ഇപ്പൊ ഒരു സംഘപരിവാറുകാരൻ അവനൊരു മുസ്ലിം വിരുദ്ധ കണ്ടന്റിലൂടെ പോവാണ്. ഒന്ന് മുസ്ലിം വിരുദ്ധ കണ്ടന്റിലൂടെ പോകുന്നു, നാളെ അതിലൂടെ പോകുന്നു, മറ്റന്നാൾ അതിലൂടെ പോകുന്നു. മുസ്ലിമിനെ കണ്ട ഓന് പാമ്പിനെ കണ്ട മാരിയിലേക്കാരം ഭയം ഉണ്ടാവും, തച്ചുകൊല്ലാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മളെ പറ്റിയാണ് ഇപ്പത്. നമ്മളെ കുറിച്ച് സ്ഥിരമായി നുണ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നുണ ഫേക്ക് ന്യൂസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട് RSS. ഒരാളെ കീഴിൽ 1000 ഗ്രൂപ്പും 500 ഗ്രൂപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇയാളെ പണി എന്താ? ഫേക്ക് ന്യൂസ്, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂസ് ഉണ്ടാക്കുക, എല്ലാ ഗ്രൂപ്പിലേക്കും വിടുക. ആ ഗ്രൂപ്പിൽ 1000 ആളുകൾ അത് കാണും. പറഞ്ഞു വരുന്നത്, ഒരു സംഘപരിവാറുകാരൻ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുകയാണ്, മുസ്ലിം വിരുദ്ധ കണ്ടന്റ് അയാൾ കാണുക. വീണ്ടും താല്പര്യത്തോടെ അയാൾ സെർച്ച് ചെയ്യും 2 or 3 തവണ. അയാൾ അതുമ്പോൾ കൂടുതൽ സമയം ഇരിക്കും. അപ്പൊ എന്ത് ചെയ്യും? അൽഗോരിതം അത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് സംഭവിക്കുക. ഒരാൾ കോമഡി കാണാണ്, അൽഗോരിതം കോമഡി തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. ഒരാള് അശ്ലീലം കാണാണ്, അശ്ലീലം തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. ഇത് മനുഷ്യർക്ക് ഉപകാരപ്രദമാണോ? അല്ല. പക്ഷെ മനുഷ്യരെ സുഖിപ്പിക്കുന്നതാണ്. അപ്പൊ ഉപകാരപ്രദമായതൊന്നും സുഖിപ്പിക്കുന്നതല്ല, സുഖിപ്പിക്കുന്നതൊന്നും ഉപകാരപ്രദവുമല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ്. ഷുഗറുള്ള നമ്മുടെ വീട്ടിലൊരു വൃദ്ധ അല്ലെങ്കിൽ വൃദ്ധൻ, നമ്മൾ ലഡു ജിലേബിയൊക്കെ കൊണ്ടേ കൊടുക്കുക. അപ്പൊ വാപ്പ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ പറയണത്, വാപ്പയാണല്ലോ വല്യപ്പാനെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ നടക്കുന്ന ആള്, നമ്മളല്ലല്ലോ. പക്ഷെ നമ്മൾ വാപ്പ കാണാതെ ലഡുവും ജിലേബിയും കൊണ്ടേ കൊടുക്കുക. എന്നിട്ട് നമ്മൾ പറയും, എന്റെ വല്യമ്മല്ലേ, വാപ്പാക്ക് എന്താ നഷ്ടം, എന്റെ വല്യമ്മാന്റെ സന്തോഷമാണ് എനിക്ക് വലുത് തരണം. നല്ല സന്തോഷമല്ലേ ഇപ്പൊ? ഡയബറ്റിക് ആയ ഒരാൾക്ക് ലഡുവും ജിലേബിയും തീറ്റിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഒരു സന്തോഷം ഉണ്ടാവും. ആത്യന്തികമായിട്ട് ദുഃഖല്ലേ? അല്ലേ? ഇതുപോലെ ആത്യന്തികമായി മനുഷ്യർക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് പരിഗണിക്കാതെ അപ്പപ്പോ എങ്ങനെ മനുഷ്യരെ സുഖിപ്പിക്കാം എന്ന ഒരു മോട്ടോ മുൻനിർത്തിയിട്ടാണ് ആധുനിക ലിബറൽ ലോകവീക്ഷണം വികസിച്ചു വന്നിട്ടുള്ളത്. അത് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും സ്വഭാവം അതാണ്. അതിൽപ്പെട്ട ഒന്നാണ് മീഡിയ, രണ്ടാണ് സോഷ്യൽ മീഡിയ. മീഡിയക്ക് ഏതായാലും ആ റോൾ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ മീഡിയന്റെ അവസ്ഥ വെച്ച് നോക്കൂ, നെഗറ്റീവ് ന്യൂസ് മാത്രമാണ് വരിക. മിക്കവാറും നെഗറ്റീവ് ന്യൂസാണ്. ബലാത്സംഗം ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഒരു സോഷ്യൽ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണ്. ഇസ്ലാം ഒരിക്കലും തെറ്റും തിന്മയും ഐബും ഷെയർ ചെയ്യരുതെന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഇൽഹാറുൽ ഫാഹിഷത്തി ഫാഹിഷത്തുൻ ഉഖ്റാന. ഇപ്പൊ സംഭവിക്കണം എന്താ? ഇതൊക്കെ ലിബറലിസം നമ്മളെങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു പെൺകുട്ടി ചാടിപ്പോയി, ഒരു പെൺകുട്ടി ഒളിച്ചോടി. അപ്പൊ അതിന്റെ ന്യൂസ് എവിടെ വരുന്നു? ഏതെങ്കിലും ഒരു ഓൺലൈൻ പോർട്ടലിൽ വരുന്നു.
അത് നമ്മളെ വീട്ടിലെ ഒരു കുടുംബിനിക്ക് കിട്ടുന്നു. ആ കുടുംബിനി ആദ്യം എന്താ ചെയ്യാ? വേറെ ഗ്രൂപ്പ് തട്ടിക്കോ അങ്ങോട്ട് തട്ടും. ഒരു 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 സാധാരണ ഒരു പ്രവർത്തകന്, ഒരു മതപ്രവർത്തകന് കിട്ടിയ ഓൻ എന്താ ചെയ്യാ? തൊട്ടടുത്ത പ്രാസ്ഥാനിക ഗ്രൂപ്പിലേക്ക് തട്ടും, അല്ലേ? ഇങ്ങനെ എല്ലാരും ഫോർവേഡ് ചെയ്യും. ഈ തിന്മ അങ്ങോട്ട് വ്യാപിക്കും. ഈ കുട്ടി ഒരാഴ്ച കഴിഞ്ഞ് ഉമ്മാനോട് ഉപ്പാനും പൊരുത്തപ്പെടിച്ച് പിന്നെ നല്ല ബന്ധമല്ല എന്ന് മനസ്സിലാക്കിയോ മറ്റോ തിരിച്ചു വന്നാൽ പോലും ഈ സാധനം പരന്നുകൊണ്ടേയിരിക്കും. അങ്ങനല്ലേ? ഇപ്പോ ഇപ്പടുത്ത് വൈറലായിരുന്ന റുഷ്ദമോൾ എന്നുള്ള പാട്ടൊക്കെ അല്ലേ? അപ്പൊ അത് ആ പെൺകുട്ടിയുടെ ജീവിതത്തെ അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും എന്ന് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ പോലും ഇല്ലാത്ത വിധം ആധുനിക ലിബറൽ ഫ്രെയിംവർക്കിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. മൻ സത്ര ഐബൻ സത്രല്ലാഹു ഐബഹു എന്നും പഠിച്ച ആൾക്കാരാണ്. എല്ലാ മനുഷ്യർക്കും അയബുകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. പക്ഷെ കുറ്റങ്ങളെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുകയും അത് മാത്രം ഷെയർ ചെയ്യുകയും ചെയ്യുക എന്നുള്ള രീതി ഇസ്ലാമികമാണോ? ഇസ്ലാമിക ലോകവീക്ഷണത്തിൽ അത് ഇല്ലേ ഇല്ല. പക്ഷെ ആധുനിക ലോകവീക്ഷണത്തിലോ അതാണുള്ളത്. തിന്മയുടെ നോർമലൈസേഷൻ ആണുള്ളത്. ബലാത്സംഗ കേസുകൾ, കൊലപാതക കേസുകൾ, തട്ടിപ്പ് കേസുകൾ, അഴിമതി കേസുകൾ അത് നിരന്തരം നമ്മുടെ മുന്നിൽ മീഡിയ കൊണ്ടുവന്ന് വിളമ്പിത്തരുന്നു. അപ്പൊ നമ്മൾ ഇതിനോട് പൊരുത്തപ്പെടുന്നു, നമ്മൾ അത് ഓക്കെ ആവുന്നു, നമ്മൾ അഡാപ്റ്റേഷൻ സംഭവിക്കുന്നു, നോർമലൈസേഷൻ സംഭവിക്കുന്നു. അപ്പൊ ഇങ്ങനെ തിന്മയുടെ നോർമലൈസേഷൻ സംഭവിച്ച ഒരു സൊസൈറ്റിയിൽ തിന്മ ലഘൂകരിക്കപ്പെടുന്ന സാമൂഹിക കാലാവസ്ഥ ഇസ്ലാമികമാണോ? അല്ല. ഇസ്ലാമിൽ നോർമലൈസ് ചെയ്യപ്പെടേണ്ടത് എന്താണ്? തിന്മയല്ല, നന്മയാണ്. തെറ്റുകൾ ഉണ്ടാവുമ്പോൾ അതിനെ കൃത്യമായ രീതിയിൽ പിന്നെ മറച്ചു വെക്കേണ്ടടുത്ത് മറച്ചു വെക്കുകയും കൈകാര്യം ചെയ്യേണ്ടടുത്ത് കൈകാര്യം ചെയ്യുക എന്നുള്ള രീതിയാണ് ഇസ്ലാമിൻ്റെത്. അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയോട് പിന്നെ വ്യഭിചരിച്ചു എന്നൊക്കെ പേരുള്ള വ്യഭിചരിച്ചു എന്ന് വന്ന് പരാതി പറഞ്ഞ ആളോട് റസൂലുള്ള പരമാവധി ആളെ മടക്കി വിടാൻ ശ്രമിച്ചു, ഇല്ലേ? അംബിഹി ജിന്ന എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചുറ്റുള്ള ആൾ. മൂപ്പർക്ക് ഭ്രാന്തുണ്ടോ, മൂപ്പർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ എങ്ങനെയെങ്കിലും ഈ ശിക്ഷ ഒന്ന് ഒഴിവാക്കി കിട്ടാം. കാരണം ഈ ശിക്ഷ നടത്തുമ്പോൾ ആൾക്കാർ മുഴുവൻ അറിയും. എങ്ങനെയെങ്കിലും തൗബ ചെയ്ത് അതിൽ നിന്ന് മടങ്ങി. പക്ഷെ ഹാക്കിം ഇത് അറിഞ്ഞ സ്ഥിതിക്ക് ശിക്ഷ നടപ്പാക്കൽ ഹാക്കിമിന്റെ മേൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ ആ ശിക്ഷയിലേക്ക് പോയത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. അപ്പൊ നന്മയാണ് പ്രചരിക്കേണ്ടത്. ഇപ്പൊ രണ്ട് ലോകവീക്ഷണം തമ്മിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പോ ഖനാഅത്ത് പോലുള്ളൊരു മൂല്യം, അമാനത്ത് പോലെയുള്ളൊരു മൂല്യം, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മുടെ ലോകവീക്ഷണം അനുസരിച്ചിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥക്ക് നമ്മൾ ആ ജീവിത വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള പ്രാപ്തി നമുക്കുണ്ടാവും. അപ്പൊ നമ്മൾ റിസർച്ച് നടത്തുകയാണെങ്കിലും ആ ഒരു ഗുണം ഉണ്ടാവും, വേറെ സ്ഥാപനം നടത്തുകയാണെങ്കിലും ആ ഒരു ഗുണം ഉണ്ടാവും. ഇപ്പൊ അമാനത്ത് ഇസ്ലാം വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് വന്ന മൂല്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതൊക്കെ ഇസ്ലാമിലുണ്ടോ എന്ന് നോക്കുന്നതിന് പകരം ഇസ്ലാമിനകത്തുള്ള മൂല്യങ്ങൾ പുറത്തുനിന്ന് വരുന്ന കൾച്ചറുകളിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ശക്തിയാണ് നമ്മൾ ആർജിക്കേണ്ടത്. പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു സാധനം വന്നാൽ ഇസ്ലാം അതിലൊന്നുമില്ല, ഇസ്ലാമിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള അപകർഷതാ ബോധത്തിലേക്ക് പോകാതെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അമാനത്ത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ്. ഇന്നല്ലാഹു യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. അപ്പൊ ഭാര്യക്ക് ഭർത്താവിനോട് അമാനത്ത്, ഭർത്താവിന് ഭാര്യയോട് അമാനത്ത്, രക്ഷിതാക്കൾക്ക് മക്കളോട്, ഉസ്താദുമാർക്ക് കുട്ടികളോട്, കുട്ടികൾക്ക് ഉസ്താദുമാരോട്, അതുപോലെ മാതാപിതാക്കൾ, അതുപോലെ ഭരണകർത്താക്കൾക്ക് ഭരണീയരോട് ഒക്കെ അമാനത്തുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അമാനത്ത് കൃത്യമായി പാലിക്കുകയാണെങ്കിൽ ലോകത്തെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീരും. ഫ്രീഡം എന്നതിനേക്കാൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്താണ്? റെസ്പോൺസിബിലിറ്റിയാണ്. ഫ്രീഡം. ഇപ്പൊ നിങ്ങളെ ആരെങ്കിലും കൂട്ടത്തില് ഉള്ള വാപ്പ ഉമ്മാണ്ട് പറയണ എനിക്ക് തന്നെ മടുത്ത്, ഞാനൊരു ഗേ ആണ് കണ്ടു പോയെങ്കിണ്ടാവും. സ്വാതന്ത്ര്യമാണ്, പുരോഗമനാണ്, സ്വാതന്ത്ര്യമാണ്. ലോകം കൊട്ടിഘോഷിക്കുന്ന മൂല്യത്തിന്റെ പ്രയോഗവൽക്കരണമാണത്. പക്ഷെ അത് ശരിയാണോ? ഫ്രീഡം, എൻജോയ്മെന്റ് എന്നതിനേക്കാൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എന്താണ്? റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെന്റ്. റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെന്റ്.
അതുപോലെ അമാനത്തും ഖനാഅത്തും ഒക്കെ ലോകത്തുണ്ടെങ്കിൽ ഈ സമൂഹം എത്ര സുന്ദര സുലഭിലമായിരിക്കും എന്ന് ആലോചിച്ചു. ഇപ്പൊ നമ്മൾ ടാക്സ് കൊടുക്കുന്നു, പെട്രോൾ അടിക്കുമ്പോൾ ടാക്സ് കൊടുക്കുന്നു, പിന്നെ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ ടാക്സ് കൊടുക്കുന്നു, ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ പോലും ടാക്സ് പോകുന്നു. എന്നിട്ട് നമ്മളെ റോഡുകളെയും പാലങ്ങളെയും അവസ്ഥ എത്ര കാലം നടക്കണം? കട്ടുമുടിക്കല്ലേ. സ്കൂളിൽ ഉച്ചക്കഞ്ഞി മുടങ്ങി, ഒരുപാട് പെൻഷനുകൾ മുടങ്ങി, സംവരണങ്ങൾ മുടങ്ങി, ഇതെല്ലാം മുടങ്ങുന്നു, എല്ലാം മുടങ്ങുന്നു. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തം? ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്തമാണ് അല്ലേ? അമാനത്തിനെ കുറിച്ച് ചിന്തയുള്ള ഭരണകർത്താക്കളാണ് അവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ വിശ്വസ്തത, ഓരോ സ്ഥാനത്തിരിക്കുന്ന ആളും ഏത് തരത്തിൽ പെരുമാറണമെന്ന മൂല്യം, അതൊരു സാർവലൗകിക മൂല്യമായിട്ട് അതിനനുസരിച്ചുള്ള ലോകവീക്ഷണത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ അവരത് കൃത്യമായി ചെയ്യണ്ടേ? പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം എന്ന പേരിലാണെങ്കിലും ഒരു സെക്കുലർ ലിബറൽ ഫ്രെയിംവർക്കിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നസീഹത്ത് ഇല്ലാതായി എന്നുള്ളത്. നസീഹത്ത് പറഞ്ഞെന്താ? ഒരാളൊരു തെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാള് റോങ് ആയിട്ട് പോവാന്നുണ്ടെങ്കിൽ, എടാ മോനെ ഇത് റോങ് ആണ്, ഇത് നമുക്ക് ശരി, ഇതിങ്ങനെ പോയാൽ നീ പെടും എന്ന് പറയണില്ല ആരും. അത് ഓനായി ഓനെ പടായി, നമ്മൾ വെറുതെ വണ്ടിയും വലിയും അതിന് നിൽക്കണ്ടെന്നാ പറയാം. ഇതൊരു ലിബറൽ ലോകവീക്ഷണമാണ്. ഇങ്ങനെയല്ല പോകേണ്ടത്. അപ്പൊ മാതാപിതാക്കൾ മക്കളോടാണെങ്കിലും ശരി, കൂട്ടുകാർ പരസ്പരമാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, എന്ത് ചെയ്യണം? പരസ്പരം ഉപദേശിച്ചു മുന്നോട്ട് പോകണം. അങ്ങനെയുള്ള സമൂഹം കൃത്യമായി ഫങ്ഷൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പീപ്പിൾ എന്ന അവസ്ഥയിലേക്ക് പോകും, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ വിശുദ്ധ ഖുർആൻ പിന്നെ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ പറയുന്നത് ലതഅമുറുന്ന ബിൽ മഅറൂഫി വല തൻഹൗന അനിൽ മുൻകരി ഔ എന്ന് പറഞ്ഞിട്ട് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ആ പണി എടുക്കണം, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് മേൽ പരാക്രമിയായ അനീതിമാനായ ഒരു ഭരണാധികാരിയെ നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കും. എന്നൊക്കെ പറയണം. എത്ര കൃത്യമാണ്. മുസ്ലിങ്ങൾ എല്ലാ പ്രശ്നത്തിനും കാരണം ഫാസിസം വന്നതാണെന്നാണ് നമ്മളെ വിചാരം അല്ലെ? സ്വന്തം ജൂറിസ്ഡിക്ഷനിൽ നീതിപൂർവ്വം പ്രവർത്തിക്കൂല. സ്വന്തം ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയോട് അവളുടെ അഭിപ്രായങ്ങളെ വില കൽപ്പിക്കാതെ പെരുമാറും. എന്നിട്ട് രാഷ്ട്രീയക്കാരും നരേന്ദ്രമോദി നമ്മളോട് മോശമായി പെരുമാറുന്നതിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ലേഖനം എഴുതുകയും ചെയ്യും. അത് നടക്കും? ഇസ്ലാമിക ലോകവീക്ഷണ പ്രകാരം ശരിയാണോ? വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലാ യർഹം ലാ യുർഹം, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിൽ നമ്മുടെ അമാനത്ത് എന്താണ്? നമ്മൾ ആരോടാണോ പെരുമാറുന്നത്, ഉസ്താദ്മാരാവട്ടെ, ശിഷ്യന്മാരാവട്ടെ, സൗഹൃദത്തിലുള്ളവരാവട്ടെ, നമ്മളൊരു ഓഫീസറാണെങ്കിൽ അവിടെ കയറി വരുന്ന ജനങ്ങളാവട്ടെ, ഇവരോടൊക്കെ നമ്മൾ നീതിപൂർവം പെരുമാറണം, നമ്മൾ ഓരോരുത്തരും. എന്നിട്ടേ നമുക്ക് നമ്മെ ഭരിക്കുന്ന ആളുകൾ നമ്മുടെ പണം ഉപയോഗിച്ച് അഴിമതി നടത്തരുത് എന്ന് പറയാനുള്ള അവകാശവും അധികാരമുള്ളൂ, അർഹതയുള്ളൂ. ഇത് അവനവൻ എല്ലാ പണിയും ചെയ്യും. എന്നിട്ട് ഫാസിസ്റ്റുകൾ അങ്ങനെ ആക്കി, സംഘപരിവാർ ഇങ്ങനെ ആക്കി, മറ്റുള്ളവരെ പഴിച്ചിട്ട് നമ്മളിങ്ങനെ പോകും. അപ്പൊ ഇതാണ് രണ്ട് ലോകവീക്ഷണങ്ങളും തമ്മിലുള്ള വ്യത്യാസം. താർത്താരികൾ അക്രമം കൊണ്ടാണ് മുസ്ലിങ്ങളാകെ പരാജയപ്പെട്ടത് എന്നൊരു നെറേറ്റീവ് ഉണ്ടായിരുന്നു. ഗസാലി ഇമാം അതിനെ ശക്തമായി എതിർത്തു. ഗസാലി ഇമാം പറഞ്ഞത് സ്വലാഹിയത്തുൽ ഹസീമ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നതാണ്. പരാജയപ്പെടാനുള്ള അവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ എത്തിയിരുന്നു. മുസ്ലിങ്ങൾ വീഴാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാ വന്ന് താർത്താരികൾ തള്ളിയിട്ടതാണ് ഗസാലി ഇമാം പറയുന്നത്. അപ്പൊ വീഴാൻ നിൽക്കാൻ കാരണം, വീഴാൻ തയ്യാറായി നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള അനൈക്യം, ഛിദ്രത, പ്രശ്നങ്ങൾ, സാംസ്കാരിക ച്യുതി, ഇതെല്ലാം കൂടി വന്നപ്പോൾ ആ ഗ്യാപ്പിലേക്കാണ് താർത്താരികൾ ഇടിച്ചു കയറിയത്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് തടയാൻ പറ്റാതിരുന്നത്. മൊറോക്കൻ ചിന്തകനായ മാലിക് ബിൻ നബി ഇതേ അഭിപ്രായം പറയുന്നുണ്ട്. കൊളോണിയലിസം വന്നപ്പോഴാണ് മുസ്ലിങ്ങളാകെ തകർന്നടിഞ്ഞത്. മുസ്ലിങ്ങളുടെ തകർച്ചയുടെ ഒരേ ഒരു കാരണം കൊളോണിയലിസം. അങ്ങനെ പറയാൻ പാടില്ല. മുസ്ലിങ്ങൾക്ക് സ്വലാഹിയത്തുൽ ഇസ്തിഅ്മാർ ഉണ്ടായിരുന്നു. അധിനിവേശം ചെയ്യപ്പെടാനുള്ള ശേഷി മുസ്ലിങ്ങൾ ആർജിച്ചിരുന്നു. ഇനി അവരെ ആർക്കും അധിനിവേശം നടത്താം, അത്രയും ദുർബലമായി അവർ കഴിഞ്ഞിരുന്നു. ആഡംബരമായിരുന്നു. സഫവി ഇറാനിലാണെങ്കിലും അബ്ബാസികൾക്ക് ശേഷം വന്ന പിന്നെ ഇവിടെ മുഗൾ ഭരണത്തിലാണെങ്കിലും ഒക്കെ ആഡംബരം മുസ്ലിങ്ങളുടെ ഒരു ഇതായി മാറിക്കഴിഞ്ഞിരുന്നു.
സാംസ്കാരിക ച്യുതി പലപ്പോഴും സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഇത് വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? പെട്ടെന്ന് അവരെ കോളനൈസ് ചെയ്യാൻ പുറത്തുള്ള ശക്തികൾക്ക് സാധിച്ചു, അങ്ങനെ പറയാം. അപ്പൊ ഇതാണ് രണ്ട് ലോകവീക്ഷണങ്ങളും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ലിബറൽ ഹിപ്പോക്രസി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ലിബറൽ ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ ലിബറൽ കാപട്യം അല്ലേ? ജോസഫ് മസാദിന്റെ ഇസ്ലാം ഇൻ ലിബറലിസം എന്ന പുസ്തകത്തിലൊക്കെ പറയുന്നതാണ്. ലിബറലിസം വളർന്നത് ഇസ്ലാം ഉണ്ടായതുകൊണ്ടാണ്. ലിബറലിസത്തിന് ഒരു ശത്രുവിന് ആവശ്യമുണ്ടായിരുന്നു. അതായത് ഇസ്ലാം ഹോമോഫോബിക് ആണ്, ഇസ്ലാം മിസോജീനിസ്റ്റ് ആണ്, ഇസ്ലാം ഹ്യൂമൻ റൈറ്റ്സിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടാണ് ലിബറലിസം വളർന്നത്. അതായത് ഇപ്പൊ നമ്മള് ഒരു 10 ആളുണ്ടെന്ന് സങ്കല്പിക്കുക. അതിൽ ഒരാള്, ഈ 10 ആളിൽ 2 പേര് ബാക്കിയുള്ള 8 ആളെ പറ്റി കുറ്റങ്ങനെ വന്ന് പറയും ഉസ്താമാരോട്, അങ്ങനെയാണ് ഉസ്താദ്, ഇങ്ങനെയാണ് ഉസ്താദ്. അപ്പൊ ഉസ്താമാർക്ക് ഓട്ടോമാറ്റിക് ഒരു ഫീലിംഗ് വരുന്നത് ഈ 2 ആൾക്കാർ നല്ലവരാണ്, ഇവരിൽ ഇല്ലാത്ത തെറ്റുകളാണോ, ഇവര് ചെയ്യാത്ത തെറ്റുകളാണ് ഇവര് മറ്റുള്ളവരെ കുറിച്ച് ആരോപിക്കണമെന്ന് തോന്നൂലേ? സംഭവം നേരെ തിരിച്ചാണ്. ഇങ്ങനെയാണ് ലിബറലിസം വളർന്നത്. ലിബറലിസം ഹോമോഫോബിക് ആണ്, ലിബറലിസം മിസോജീനിസ്റ്റ് ആണ്, ലിബറലിസം ഹ്യൂമൻ റൈറ്റ്സിനെതിരാണ്. എന്നിട്ട് ഈ ആരോപണങ്ങളൊക്കെ ലിബറലിസം ഇസ്ലാമിനെതിരെ ഇങ്ങനെ പറഞ്ഞ് എന്തായി? ഇസ്ലാം ഭീകരമായൊരു സംഭവമായിട്ട് മാറി, ലിബറലിസം നല്ല കുട്ടിയായി. ഇതാണ് യൂറോപ്പിൽ സംഭവിച്ചത്, ഇതാണ് വെസ്റ്റിൽ സംഭവിച്ചത് എന്ന് പിന്നെ ഒരു അധ്യായം മുഴുവൻ വിശകലനം ചെയ്തുകൊണ്ട് ജോസഫ് മസാദ് ഇസ്ലാം ഇൻ ലിബറലിസം എന്നുള്ള പുസ്തകത്തിൽ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞാൽ? നിങ്ങളൊന്ന് ആലോചിക്കും. സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞപ്പോ നമ്മളെ നാട്ടിലെ കുട്ടികളൊക്കെ മനസ്സിലാക്കിയത് എന്താ? പർദ്ദടുക. എന്തൊരു ഇടങ്ങേറാണ്. നേരെ തിരിച്ച് സ്ത്രീയുടെ നഗ്നതയുടെ പ്രദർശനം അത് സ്ത്രീ വിരുദ്ധതയല്ല. അതങ്ങനെ അവർ മനസ്സിലാക്കുന്നില്ല. അത് പുരോഗമനമാണ് എന്ന് പറയുന്നതോടുകൂടി എല്ലാ പെണ്ണുങ്ങളും നഗ്നതാ പ്രദർശനത്തിന് നിർബന്ധിതരാകുന്നു. അങ്ങനെ ഒരു നെഗറ്റീവാണുള്ളത്. ഞാൻ ഇങ്ങനെ ഫുള്ള് മറയുന്നത് ഇട്ട് പോയാൽ ഞാൻ ഔട്ടായി പോകുമോ, ഞാൻ കുറച്ചൊക്കെ എക്സ്പോസ് ചെയ്തിട്ട് പോകണം, ഹണി റോസ് വിവാദത്തിലൊക്കെ ഉള്ളതുപോലെ കുറച്ചൊക്കെ ഞാൻ ടെംപ്റ്റേറ്റീവായിട്ട് ടെംപ്റ്റേഷൻ കൊടുക്കുന്ന രീതിയിൽ പോകണം, അല്ലെങ്കിൽ ഞാൻ പുരോഗമനവാദി അല്ലാതാകുമോ എന്ന സോഷ്യൽ എക്സ്പെക്ടേഷൻ അനുസരിച്ച് മാറാവുന്ന അവസ്ഥയിലേക്ക് ഒരു പെണ്ണിന്റെ ഐഡന്റിറ്റിയെ പ്ലാസ്റ്റിക് ആക്കി മാറ്റിയത് ലിബറൽ നെഗറ്റീവാണ്. അത് സ്ത്രീവിരുദ്ധമൊന്നുമല്ല. സ്ത്രീവിരുദ്ധം എന്ന് പറഞ്ഞാൽ പർദ്ദ. പ്രത്യേകിച്ചും മുസ്ലിം പുരുഷനെ വില്ലനാക്കി അവതരിപ്പിക്കുന്ന ഒരു രീതിയും കാണാം. ലിബറൽ റെസ്ക്യൂ മിഷൻ എന്നൊക്കെ അതിനെ പറയാം. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും പറയാറുണ്ടത്, അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക അധിനിവേശം നടത്തിയപ്പോ അമേരിക്ക പറഞ്ഞ ജോർജ് ബുഷിന്റെ പെങ്ങള് പറഞ്ഞ ഒരു ന്യായമുണ്ട്. അഫ്ഗാനിലെ പുരുഷൻ, ആ പുരുഷന്റെ അടിമത്തത്തിന് കീഴിൽ, ആ പുരുഷന്റെ ഒപ്രഷന് കീഴിൽ ഞെരുങ്ങിക്കഴിയുന്ന പെണ്ണ്, അഫ്ഗാനിലെ പെണ്ണിനെ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക അവിടെ സൈന്യത്തെ അയച്ചിട്ട് അവിടെ സ്ത്രീയെ മോചിപ്പിക്കാനുള്ള ശ്രമമാണ്, അതിനു വേണ്ടിയിട്ടാണ് അവിടെ സൈന്യത്തെ അയക്കുന്നത്, അതിനു വേണ്ടിയാണ് അധിനിവേശം നടത്തുന്നത് എന്നാ പറഞ്ഞു. അപ്പൊ ലോകം അത് വിശ്വസിച്ചു. കാരണം 9/11 ശേഷം പിന്നെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം ഇസ്ലാം ഇങ്ങനെ ഒരു ഡെമോണൈസ്ഡ് ആയിട്ട്, വളരെ ഒരു വില്ലനായിട്ട് ഇസ്ലാം ഒരു വശത്ത് നിൽക്കുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ലോക മനസാക്ഷി മുസ്ലിം വിരുദ്ധവും അമേരിക്കക്ക് അനുകൂലവുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ മാറിക്കഴിഞ്ഞിരുന്നു. കാരണം ഭീകരവാദമാണല്ലോ ഇസ്ലാം. ഈ പശ്ചാത്തലത്തിലാണ് ബുഷിന്റെ പെങ്ങൾ പറയുന്നത്, അഫ്ഗാനിലെ പരുക്കനായ, റിഗ്രസീവായ, വയലന്റായ മുസ്ലിം പുരുഷനിൽ നിന്നും അഫ്ഗാനി പെണ്ണിനെ മോചിപ്പിക്കാനാണ് അവിടെ അധിനിവേശം നടത്തുന്നത്. അങ്ങനെ അവിടെ ആകെ മുടിച്ചു, ബോംബിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അധികം കൊല്ലപ്പെട്ടത് ആരാന്നറിയങ്ങള്? കൊല്ലപ്പെട്ടതിൽ 75% സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പൊ മുസ്ലിം പുരുഷൻ വില്ലനാകുന്നിടത്തൊക്കെ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതി ലിബറലിസത്തിന്റെ അകത്ത് നമുക്ക് കാണാം. അതിന് ലിബറൽ ഹിപ്പോക്രസി നമ്മൾ അതിനെ കുറിച്ച് പറയും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ വെസ്റ്റേൺ മീഡിയ അത് അത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്കൊക്കെ മലാല യൂസുഫ്സായിനെ അറിയാം അല്ലേ? എന്താ മലാല യൂസുഫ്സായിനെ അറിയാൻ കാരണം? മീഡിയ നമുക്ക് മലാല യൂസുഫ്സായിനെ അത്രയും കാണിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല മലാല യൂസുഫ്സായി ഇങ്ങനെ എമേർജ് ചെയ്ത് വരുന്നത് മലാലയുടെ ഓപ്പോസിറ്റ് സൈഡിൽ ആരാ? താലിബാനിലെ മുസ്ലിം പുരുഷനാണ് വില്ലൻ. മുസ്ലിം പുരുഷൻ വില്ലനാവുന്നിടത്തൊക്കെ ഇവർ വളരും. നേരെ മറിച്ച് നമുക്ക് റേച്ചൽ കോറിനെ അറിയോ? എത്ര ആൾക്കാർക്ക് അറിയും? കൈവൊക്കെയാണ്. റേച്ചൽ കോറിനെ നിങ്ങൾ കേട്ടുള്ളൂ? കുറച്ചാൾ, 1-2 ആളുകൾ കേട്ടിട്ടുള്ളൂ.
നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ എന്ത് വലിയ ട്രാപ്പിലാണ് ജീവിക്കുന്നത്. മീഡിയ തരുന്നത് വിഴുങ്ങാനല്ലാതെ, നിസ്സഹായമായി വിഴുങ്ങാനല്ലാതെ പിന്നെ എന്തിനാ നമ്മളെ കൊണ്ട് പറ്റും? റേച്ചൽ കോറി ഒരു അമേരിക്കൻ പെൺകുട്ടിയായിരുന്നു. അവൾ ഫലസ്തീനിൽ പോയിട്ട് അവിടെ ഫലസ്തീനികളുടെ ഗസക്കാരുടെയും ഒക്കെ വീടുകളൊക്കെ ഇടിച്ചു തകർക്കുന്ന ഫലസ്തീനി ബുൾഡോസറിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് പറഞ്ഞു, ഇത് മനുഷ്യാവകാശ ലംഘനമാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഇസ്രായേലി പട്ടാളക്കാരൻ ടാങ്കർ കയറ്റിയിട്ട് ആ ബുൾഡോസർ കയറ്റിയിട്ടാണ് റേച്ചൽ കോറിനെ കൊന്നത്. ഞെരിഞ്ഞാണ് മരിച്ചത്. വെസ്റ്റേൺ മീഡിയ ഇതിനെ ആഘോഷിച്ചോ? ഇല്ല. കാരണം എന്താ? വില്ലൻ ആരല്ല? മുസ്ലിം പുരുഷനല്ല. ഇങ്ങനെയുള്ള ട്രാപ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള നെഗറ്റീവുകളുടെ ട്രാപ്പിൽ നമ്മൾ ജീവിക്കുന്നു. എന്നിട്ട് നമ്മൾ അപകർഷതാബോധം വളർന്ന് ജീവിക്കുന്നു. ഞാനൊരു മുസ്ലിമായി പോയി, കഷ്ടം എന്ന അവസ്ഥയിൽ നമ്മൾ ജീവിക്കും. നമുക്കൊരു ലോകവീക്ഷണവും നമുക്കൊരു പാരമ്പര്യവും നമുക്കൊരു താളവും ഒക്കെ ഉണ്ട്. ഇത് എന്തിനേയും എല്ലാം പറ്റുന്നതാണത്. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കലാണ് പ്രധാനം. പക്ഷെ നമ്മെ ചിലരൊക്കെ മറ്റു പലതും പഠിപ്പിച്ചിട്ട് നമ്മളെ ജനറൽ നോളജിന്റെ ആകത്തുക ആവറേജ് എന്തായി മാറിയിട്ടുണ്ട്? യൂറോപ്യന്മാര് പഠിപ്പിച്ചു തന്ന സാധനങ്ങളായി മാറിയിട്ടുണ്ട് അല്ലെ? നമുക്ക് നെപ്പോളിയൻ ബോണോപാർട്ടിന് നമ്മുടെ നാട്ടിൽ എല്ലാ കുട്ടികൾക്കും അറിയാം. അയാൾ എന്താണ്, അയാൾ യുദ്ധത്തിൽ ഏത് യുദ്ധത്തിലാണ് ജയിച്ചത്, ഏത് യുദ്ധത്തിലാണ് പരാജയപ്പെട്ടത്, എങ്ങനെയാണ് മരിച്ചത്, എന്താണ് ഫ്രഞ്ച് വിപ്ലവം, ഇതൊക്കെ അറിയാം. ടിപ്പു സുൽത്താനെ കുറിച്ച് അറിയില്ല. ടിപ്പു സുൽത്താനെ കുറിച്ച് ആകെ കേട്ടത് അയാളൊരു മതഭ്രാന്തനാണ്, ക്ഷേത്രങ്ങൾ തകർത്തു. എന്തുകൊണ്ടാണ് സ്കൂളിൽ കൃത്യമായി പഠിപ്പിക്കാത്തത്? ഈ നെപ്പോളിയൻ ബോണോപാർട്ട് ടിപ്പു സുൽത്താൻ കത്തെഴുതുന്നുണ്ട്, നിങ്ങൾ കൈറോയിലേക്ക് ഒരു എംബസിയെ വിടി, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം, ചർച്ച ചെയ്യാം, ബ്രിട്ടനെതിരെ നമുക്ക് നീങ്ങാം എന്ന് ഫ്രഞ്ച് പോരാളിയായ നെപ്പോളിയൻ ബോണോപാർട്ട് ടിപ്പു സുൽത്താനോട്, മൈസൂർ സുൽത്താനായ ടിപ്പു സുൽത്താൻ അയക്കുന്ന കത്തിലുണ്ട്. ചരിത്രരേഖയാണ്. പക്ഷെ ആ ടിപ്പു സുൽത്താൻ പോലും നമുക്കറിയില്ല. ഫളുൽ പൂക്കോയ തങ്ങൾ നമുക്കറിയില്ല. ആ ഭയങ്കര കോമഡിയാണത്. പക്ഷെ കനോലി പ്രഭുവിനെന്നറിയാം. കനോലി പ്രഭുവിന് നമുക്കറിയാം. കനോലി കനാല് ഇവിടെ കോഴിക്കോട് മുതൽ താനൂര് പൊന്നാനി വരെ നീണ്ടെടുക്കുന്ന കനോലി കനാലിന്റെ നിർമ്മാതാവായ കനോലി പ്രഭുവിനറിയാം. പക്ഷെ കനോലി പ്രഭു ഇവിടെ നിന്ന് നാട് കടത്തിയ ഒരു അധിനിവേശ വിരുദ്ധനായ മമ്പുറം സെയ്ദ് ഫളുൽ പൂക്കോയെ നമുക്കറിയില്ല. ആരാണിത്? ഈ ചരിത്രം ആരാണ് നിർമ്മിച്ചത്? ഈ ചരിത്രം നമ്മെ പഠിപ്പിച്ചതാരാണ്? ഇത് പഠിപ്പിച്ചതിനനുസരിച്ചാണ് നമ്മൾ പഠിച്ചത്. നമ്മളൊന്നും അൺലേൺ ചെയ്തിട്ടില്ല. നമ്മൾ അവർ തന്നത് വിഴുങ്ങുക മാത്രമാണ് ചെയ്തത്. ഇന്ത്യക്കാരനായ പുറം നാട്ടിൽ ഭരണം നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് അറിയാം? ഫളുൽ പൂക്കോയ തങ്ങളാണ്. മറ്റൊരു നാട്ടിൽ പോയി ഭരണചക്രം തിരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ഫളുൽ പൂക്കോയ തങ്ങളാണ്. ഇവിടെ നിന്നും അദ്ദേഹം യമനിൽ പോയി, പിന്നെ അവിടെ നിന്നും തുർക്കിയിൽ പോയി. തുർക്കിയിലെ സുൽത്താനായ അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ കീഴിൽ അദ്ദേഹം മന്ത്രിയായി പ്രവർത്തിച്ചു. നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ ഇല്ല. സ്കൂളിലെ നോർമൽ ചരിത്ര പുസ്തകങ്ങളിൽ കാണാം. പക്ഷെ നോർമൽ ഒരു കുട്ടി, ഒരു ഇന്ത്യൻ പൗരൻ വളർന്നു വരുമ്പോൾ അവന്റെ സിലബസിൽ ഇതുണ്ടോ? ഇത് ആരാ തീരുമാനിക്കണത്? സിലബസ് ആരാ തീരുമാനിക്കണത്? അപ്പൊ ഇനി ജെൻഡറുമായി ബന്ധപ്പെട്ടാണെങ്കിലും LGBT-യുമായി ബന്ധപ്പെട്ടാണെങ്കിലും എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിലും പബ്ലിക് സിലബസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് അടിച്ചമർത്തലാണ്, അത് ഗുണ്ടായിസാണ്. എന്നിട്ട് നമ്മളോട് അവരെ ഈക്വാലിറ്റിയും സഹിഷ്ണുതയൊക്കെ പഠിപ്പിക്കുക. മറ്റു മതപാരമ്പര്യങ്ങളിലുള്ളത് ഒന്നും സഹിഷ്ണുതയോടെ കാണാതെ തങ്ങളുടെ ലോകവീക്ഷണം മാത്രം സ്കൂളുകളിൽ പഠിപ്പിച്ച് എല്ലാ മതക്കാരായ ആളുകളെയും ആ ലോകവീക്ഷണത്തിനനുസരിച്ച് വളർത്തിയെടുക്കുകയും ചെയ്തിട്ട് നമ്മളെ എന്ത് പഠിപ്പിക്കാൻ വരിക? സഹിഷ്ണുത പഠിപ്പിക്കാൻ വരിക. സഹിഷ്ണുത ഉണ്ടെങ്കിൽ അവർ പ്രകടിപ്പിക്കേണ്ട. ആദ്യം എല്ലാ പാരമ്പര്യങ്ങളിലുള്ള നല്ല നല്ല അധ്യായങ്ങളെ സ്കൂളുകളിൽ എഴുതി ചേർക്കണ്ടേ? അത് എഴുതി ചേർക്കുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ലഖദ് ഉല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും, സമൂഹമേ, എന്നെ നിങ്ങളുടെ നേതാവായി വാഴ്ത്തപ്പെട്ടിരിക്കുന്നു, പക്ഷെ ഞാൻ നിങ്ങളെക്കാൾ നല്ലവനല്ല. ഇതിനേക്കാൾ വലിയൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ടോ? പക്ഷെ അത് ഇവിടുന്ന് കിട്ടൂല. അത് ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന്, ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്നോ പൊളിറ്റിക്കൽ തിയറിയുടെ ഭാഗമായിട്ടോ ഒന്നും ഇത് നമ്മൾ പഠിക്കൂല. ഇത് പഠിക്കണമെങ്കിൽ ഇസ്ലാമിക ചരിത്രം വേറെ പോയി പഠിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളും നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ ജീവിക്കുന്ന ഇക്കോസിസ്റ്റം, ഇതൊരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. അതിലെ ആ ഡിസൈൻ ചെയ്യപ്പെട്ടതിനനുസരിച്ച് അതിനെ കൺസ്യൂം ചെയ്ത് വളർന്ന പ്രോഡക്റ്റ് മാത്രമാണ് നമ്മൾ. അല്ലാതെ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ഒരു ഇന്റലക്ച്വൽ ബീയിങ് ആയിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. അങ്ങനെ മാറേണ്ടിയിരിക്കുന്നു. മനസ്സിലായോ? ഇപ്പൊ LGBT-യുമായി ബന്ധപ്പെട്ടും
ഒക്കെ ഒരു പ്രത്യേക നെറേറ്റീവ് ഉയർത്തിക്കൊണ്ടുവരുന്നു. അത് സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുന്നു. പിന്നെ കുട്ടികളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. കാരണം ലോകം അതേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. എന്താണ് ആണ്, എന്താണ് പെണ്ണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവർക്ക് കിട്ടിയ ഒരു സാധനമുണ്ട്. അത് മാത്രമേ അവർ പഠിപ്പിക്കപ്പെടുന്നുള്ളൂ. അവർക്ക് അതിന്റെ പുറത്തുള്ള ലോകവീക്ഷണങ്ങളൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല. ധൈര്യമുണ്ടെങ്കിൽ സാധ്യമായ എല്ലാ ലോകവീക്ഷണങ്ങളും സ്കൂളിൽ പഠിപ്പിക്കല്ലേ ചെയ്യേണ്ടത്. മറ്റേത് ഗുണ്ടായിസല്ലേ. ലിബറൽ ലോകവീക്ഷണത്തിനുള്ള കാര്യങ്ങൾ മാത്രം സ്കൂളുകളിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ BA ഇതിലൊക്കെ പഠിപ്പിക്കുന്നു. മറ്റു ലോകവീക്ഷണങ്ങൾ, ലോകത്തിന് എന്ത് സംഭാവന ചെയ്തു, മനുഷ്യകുലത്തിന് എന്ത് സംഭാവന ചെയ്തു, അവരൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് പഠിപ്പിക്കുന്നില്ല. ഈ പറഞ്ഞ ആളുകളെ നമുക്ക് എന്ത് ഓതിത്തരാൻ വരുന്നത്? ഫ്രീഡത്തെക്കുറിച്ചും ടോളറൻസിനെ കുറിച്ചും ക്ലാസ് എടുത്തരാൻ വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകം ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ട് നമ്മൾ അതിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ അതിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ദിസ് വേൾഡ് ക്യാൻ ബി ഡിസൈൻ ഇൻ അനദർ വേ, ബേസ്ഡ് ഓൺ എ ഡിഫറെന്റ് ഫിലോസഫി, ബേസ്ഡ് ഓൺ എ ഡിഫറെന്റ് വേൾഡ് വ്യൂ. ആ വേൾഡ് വ്യൂക്ക് അനുസരിച്ച് ലോകം റീഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് അൺലേൺ ചെയ്യുകയും പുതിയ കാര്യങ്ങൾ, പുതിയ വാല്യൂസുകൾ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും, ജെൻഡറുമായി ബന്ധപ്പെട്ടും, സാമൂഹ്യ വീക്ഷണവുമായി ബന്ധപ്പെട്ടും, വ്യക്തിയുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള പുതിയ നെറേറ്റീവ് നമ്മൾ ഉണ്ടാക്കേണ്ട. വെസ്റ്റിൽ നിന്ന് തന്നെ ഒരുപാട് നെറേറ്റീവുകൾ വരുന്നുണ്ട്. ഫ്രഞ്ച് സെക്സോളജിസ്റ്റായ പിന്നെ ഡെബ്രാസോ എഴുതിയൊരു പുസ്തകത്തിന്റെ പേരാണ് ദ എൻഡ് ഓഫ് ജെൻഡർ. ജെൻഡറിന്റെ അന്ത്യം, ദ എൻഡ് ഓഫ് ജെൻഡർ. ഈ ജെൻഡർ ഡിസ്കോഴ്സ് ടോട്ടലി എന്താണെന്ന് പറയുന്നത് മനുഷ്യന്റെ ബയോളജിക്കെതിരാന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ലിബറൽ നെറേറ്റീവ്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ലിബറൽ നെറേറ്റീവ് മൊത്തം ബയോളജിക്കെതിരാട്ടോ. അല്ലേ? ഇപ്പൊ നാളെ ഒരാൾ പറഞ്ഞല്ലോ, ഒരു സിംഹത്തിന്റെ മടിയിൽ ഒരു മാൻ കയറി ഇരുന്നിട്ട് പറയണേ ഞങ്ങൾ രണ്ടാളും വെജിറ്റേറിയൻ ആണ് എന്ന് പറഞ്ഞ പോലെ. ഒരു പെൺകുട്ടി ഒരു ആണിന്റെ മടിയിൽ കയറി ഇരുന്നിട്ട് പറയണേ ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഈ പെൺകുട്ടിക്ക് അത് ഫീൽ ചെയ്യൂല, പക്ഷെ ആണിന്റെ ബയോളജി വേറെയാണല്ലോ. ആണിന്റെ ബയോളജി പ്രകാരം മടിയിലിരിക്കുന്ന ഒരു പെണ്ണിനെ എത്ര നേരം ഫ്രണ്ടായിട്ട് കാണാൻ പറ്റും? ബയോളജിയാണ് പറഞ്ഞത്, സൈക്കോളജി പോലും അല്ല പറഞ്ഞു. ഒരാണിന്റെ സ്റ്റിമുലേഷൻ എങ്ങനെയാണ് സംഭവിക്കുക? ഒരാണിന് സെക്ഷൽ സ്റ്റിമുലേഷൻ ഉണ്ടാവുന്നു, ഒരു പെണ്ണിന് സെക്ഷൽ സ്റ്റിമുലേഷൻ ഉണ്ടാവുന്നു. ഡിഫറെന്റ് അല്ലേ? ആണ് അത് കാഴ്ചയിലൂടെ കൂടുതൽ സെക്ഷൽ ടെംപ്റ്റേഷനിലേക്ക് പോകും. ഒരു പെണ്ണിന് അത് ഫീൽ ചെയ്തോളണമെന്നില്ല. പെണ്ണ് സെക്ഷലായ ടെംപ്റ്റേഷനിലേക്ക് പോകാൻ കുറച്ചുകൂടെ ഘടകങ്ങൾ ആവശ്യമാണ്. ഇത് ബയോളജിയാണ്. ഒരാണിനെ കാണുമ്പോൾ പെണ്ണിന് പ്രത്യേകിച്ച് സെക്ഷൽ ഫീലിങ്ങുകളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ പെണ്ണ് ആണുങ്ങളെ കുറിച്ച് കമന്റ് അടിക്കും, ഭംഗിയെ കുറിച്ച് പറയും, പിന്നെ മുടിയെ കുറിച്ച് പറയും, അതൊക്കെ അത് വേറെ വിഷയം. പക്ഷെ സെക്ഷൽ ഫീലിങ്ങുകൾ ആണിനുണ്ടാവുന്നത് പോലെയല്ല, ഡിഫറെന്റ് ആണ്. ഇത് ബയോളജിയാണ്. മെഡിക്കൽ സയൻസിൽ ഇത് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രസവവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ സയൻസിൽ എന്താണ് പഠിപ്പിക്കപ്പെടുന്നത്? ഒരു 17-ന്റെയും 25-ന്റെയും ഇടയിൽ പ്രസവിക്കുമ്പോഴാണ് ഏറ്റവും ഹെൽത്തിയായ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള ശേഷി ഉണ്ടാവുള്ളൂ. മെഡിക്കൽ സയൻസ് ആണ് പറയുന്നത്, ബയോളജിയാണ് പറയുന്നത്. പക്ഷെ ലിബറൽ നെറേറ്റീവ് എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വിവാഹം പരമാവധി ബന്ധിപ്പിക്കണം. എന്നിട്ട് ആർക്ക് വേണ്ടി പണിയെടുക്കണം? കോർപ്പറേറ്റുകൾക്ക് അവരുടെ സാമ്പത്തിക ലാഭം ടാർഗറ്റ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പെണ്ണും ജോലി ചെയ്യണം. അതാണ് പുരോഗമനം. മനസ്സിലായില്ല? സമ്പത്ത് നേടലാണ് പുരോഗമനം. കൃത്യമായ ബയോളജിക്കൽ ക്ലോക്കിനനുസരിച്ച് പ്രസവിക്കുകയും കുഞ്ഞുങ്ങളെ പാലൂട്ടുകയും കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴുള്ള മന്ദഹാസം കാണുമ്പോഴുള്ള മാനസികമായ സുഖം ആസ്വദിക്കുകയൊക്കെ ചെയ്ത് ജീവിക്കൽ, അത് പ്രാകൃതം. അത് കുടുംബജീവിതം, അത് പ്രാകൃതം. പുരോഗമനം എന്ന് പറഞ്ഞാൽ എന്ത്? ഒരു കോർപ്പറേറ്റ് കമ്പനി ജോലി കിട്ടും, 25 വയസ്സ് വരെ പഠിക്കുന്നു, 30 വയസ്സ് വരെ ജോലി ചെയ്യുന്നു. ഭ്രൂണമുണ്ടെങ്കിൽ ആ കമ്പനി ഫ്രീസ് ചെയ്ത് വെക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് പ്രസവിച്ചാൽ മതി. ഇത് പുരോഗമനം എന്നുള്ളത് ലിബറൽ നെറേറ്റീവ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടല്ലോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഒരു സ്ത്രീയും പുരുഷനും ഫ്രണ്ടായി പോകുന്നതിന് ഒരു പരിധി ഉണ്ട്. മനുഷ്യന്റെ ബയോളജി പ്രകാരം തന്നെ അതിനൊരു പരിധി ഉണ്ട്. അപ്പൊ അതിന് പുതിയ പേരുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആഘോഷിക്കും. എന്താണ് ബെസ്റ്റ് അല്ലേ? പുതിയ പേരുകൾ കിട്ടാൻ ആഘോഷിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് റിയാലിറ്റി വേറെയും നെറേറ്റീവ് വേറെയുമാണെന്നുള്ളതാണ്. മനുഷ്യന്റെ ബയോളജിക്കലും സൈക്കോളജിക്കലും നേച്ചുറലുമായ റിയാലിറ്റി വേറെ തന്നെ അടിത്തട്ടിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മുകളിലെ ഒഴുക്കാണ് നെറേറ്റീവ്. ഈ മുകളിലെ ഒഴുക്കിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുകളിലെ ഒഴുക്കിൽ
ചേരാതെ താഴോട്ട് മുങ്ങാങ്കുഴി ഇടുകയും താഴെ നിന്നും റിയാലിറ്റികളെ കൊണ്ടുവരികയും ആ റിയാലിറ്റിക്ക് അനുസരിച്ച് ഒഴുക്കിനെ വഴിതിരിച്ചു വിടുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.